നരകമെന്നാൽ എന്ത്? ഈ ലോകത്തിൽ നരകമുണ്ടോ? ഈ ലോകത്തിൽ നരകമുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്താണ്? അതിലേക്കുള്ള വഴി എന്താണ്? അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം, വെൽക്കം, വണക്കം. ഈ വിഷയത്തെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഒരു സുവിശേഷ വാക്യം എവിടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മിക്കവാറും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഈ വിഷയത്തെപ്പറ്റി അല്പം വേറിട്ട ചിന്തകൾ പങ്കിടുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്യം വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ പുറത്തെ ഇരുട്ടിലേക്ക് എറിഞ്ഞുകളയുവീൻ, അല്ലെങ്കിൽ തള്ളിക്കളയുവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവിടെ നരക തുല്യമായ അനുഭവമുണ്ടാകും, അല്ലെങ്കിൽ അതാണ് നരകം. അപ്പോൾ യേശുവിൻ്റെ ദർശനത്തിൽ നരകമുണ്ട്. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നരകം എന്ന് പറയുന്ന അവസ്ഥ മരണത്തിന് ശേഷമുള്ള ഒരവസ്ഥയായിട്ടല്ല പ്രധാനമായും യേശു ചിത്രീകരിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. മരണാനന്തരം നരകമെന്ന സാധ്യതയില്ല എന്ന് യേശു ഖണ്ഡിച്ച് പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിക്കാതിരിക്കേണ്ടത് ഞാനത് വ്യക്തമായി സൂചിപ്പിക്കട്ടെ. എന്നാൽ യേശു വളരെ കൃത്യമായി അടിവരയിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് മരണത്തിന് മുൻപ് നരകം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ മരണാനന്തര നരകവും ഒരു യാഥാർത്ഥ്യമാകും എന്ന സാധ്യത ആരും തുച്ഛീകരിക്കരുത്, തള്ളിക്കളയരുത് എന്നതാണ് യേശുവിൻ്റെ പ്രസ്താവനയിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, നാം എവരും മനസ്സിലാക്കേണ്ടത് എന്നതാണ് ആദ്യമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥയുണ്ട്. ഏതാണ്ട് അരനൂറ്റാണ്ട് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും പല തട്ടത്തിലും തുറയിലുമുള്ള അനേകം ആളുകളോട് വ്യക്തിപരമായ ബന്ധം പുലർത്തുവാനും അനേകം ആളുകളുടെ അവസ്ഥകളെപ്പറ്റി വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുവാനും ഇടയായ ഒരു വ്യക്തി എന്ന നിലയിലും മാത്രവുമല്ല, എൻ്റെ തന്നെ അവസ്ഥ വളരെ തുറന്ന മനസ്സോടുകൂടെ ചിന്തിക്കുകയും യാഥാർത്ഥ്യബോധത്തോടെ പരിഗണിക്കുകയും ചെയ്തതിൽ കൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിലും യേശുവിൻ്റെ ഈ വെളിപ്പെടുത്തലിനെ ഞാൻ മനസ്സിലാക്കുന്ന വിധമാണ് നിങ്ങളുമായി ഞാൻ പങ്കിടുവാൻ താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഏവർക്കും സുപരിചിതമായ താലന്തുകളുടെ ഉപമയുണ്ട്. ഈ ഉപമയെ ആസ്പദമാക്കി 2 വീഡിയോകളാണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യത്തെ വീഡിയോ ആണിത്. രണ്ടാമത്തെ വീഡിയോയിൽ സ്വർഗമെന്നാൽ എന്താണ്, ആ ചിന്തയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആദ്യം സ്വർഗത്തെ പറ്റിയല്ലയോ പറയേണ്ടത്, പിന്നെ എന്താണ് ഈ തലകുത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ യാഥാർത്ഥ്യം നരകം തന്നെയാണ്. ബഹുഭൂരിപക്ഷം ആളുകളും നരകതുല്യമായ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് സ്വർഗമെന്ന ആ ഒരു സാധ്യതയെ വിശ്വസിക്കുവാൻ കൂടുതൽ ആളുകൾക്ക് കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ അറിവിൽ, ബോധ്യത്തിൽ പ്രാഥമികമായ യാഥാർത്ഥ്യം ഇപ്പോൾ നരകമാണ്. കൂടുതൽ ആളുകൾ ആ അവസ്ഥയിലാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള
യാഥാർത്ഥ്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള ചിന്തകൾ സ്പഷ്ടമായി, കഴിയുന്നത്രയും സ്പഷ്ടമായി ധരിച്ച ശേഷം സ്വർഗം എന്ന് പറയുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിക്കുന്നതാണ് ഉചിതം, അതാണ് പ്രാവർത്തികം. എന്നതുകൊണ്ടാണ് ഞാൻ അല്പം വ്യത്യസ്തമായി ആദ്യം നരകത്തെയും പിന്നെ സ്വർഗത്തെയും പരിഗണിക്കാമെന്ന് തീരുമാനിച്ചത്. ഇത് ചിന്തിക്കാതെ തോന്നിയാസം കാണിക്കുകയല്ല എന്ന് ഞാൻ വളരെയധികം ചിന്തിച്ച് വിചിന്തനം ചെയ്ത് എടുത്ത ഒരു തീരുമാനമാണ് എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്രകാരം ഒരു വ്യക്തി ആയിത്തീരുന്നത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആർക്കും സംഭവിക്കാതിരുന്നിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. സമസൃഷ്ടികളോടുള്ള ആർദ്രത അനുഭവിക്കാത്ത ആരും തന്നെ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഈ അവസ്ഥയിലായിത്തീരുന്നത് ഒരിക്കലും അഭികാമ്യമല്ല, അത് സന്തോഷജനകമല്ല എന്നത് വ്യക്തമാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നിരിക്കലും കൂടുതൽ ആളുകൾ ഈ അവസ്ഥയിലേക്ക് തന്നെ വഴുതി പോകുന്നത് ശ്രദ്ധേയമായൊരു യാഥാർത്ഥ്യമാണ്. ഇത് യേശു നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 2 വഴികളുടെ ഉപമയിൽ പറയുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും നരകത്തിലേക്ക് പോകുന്ന ഈ വഴിയെയാണ് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അത് വിശാലമായ വഴിയെന്ന് അവർക്ക് തോന്നിയിട്ട് അവർ ആ വഴി മനഃപൂർവ്വം തിരഞ്ഞെടുത്ത് നിർബന്ധ ബുദ്ധിയോടെ അതിൽ കൂടെ മാത്രം സഞ്ചരിച്ച് അവർ ചെന്നെത്തുന്ന ഇടമാണ് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറയുന്നു. ഈ ഒരു ഉപമയിൽ തന്നെ, താലന്തുകളുടെ ഉപമയിൽ തന്നെ, യജമാനൻ തൻ്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് താലന്തുകൾ കൊടുത്തു, അവരിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല, അവർക്ക് കൊടുത്തു. അവർക്ക് പ്രവർത്തിക്കുവാനും അവരുടേതായ നേട്ടങ്ങൾ കൈവരിക്കുവാനുമുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുത്തു. അവർക്ക് മൂലധനം കൊടുത്തു, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു, അവസരങ്ങൾ നൽകി. പക്ഷേ 3 വേലക്കാരെ താലന്തുകൾ ഏൽപ്പിച്ചു. അവർ തിരഞ്ഞെടുത്ത വഴികൾ 2 വിധമായിരുന്നു എന്നതാണ് ഈ ഉപമയിലെ പ്രധാനപ്പെട്ട വസ്തുതാപരമായ യാഥാർത്ഥ്യം. അപ്പോൾ ഇത് 2ാമത്തെ വഴിയെപ്പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. ആ വഴി ചെന്ന് എത്തുന്ന ഇടത്തിൻ്റെ പേരാണ് നരകം എന്നതാണ് ഉപമയിൽ കൂടെ, ഉപമയുടെ ഭാഷയിൽ യേശു നമ്മെ അറിയിക്കുന്ന യാഥാർത്ഥ്യം. ഈ വഴി എന്താണ് എന്ന് അല്പം ഒന്ന് പരിചയപ്പെടുന്നത് വളരെ പ്രയോജനപ്പെടും. ആർക്കെങ്കിലും തങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന്, ആ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ എങ്ങനെ ഇടയായി എന്ന് മനസ്സിലാക്കി അതിലേതെങ്കിലും വിധത്തിൽ തിരുത്തലുകൾ വരുത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വിശ്ലേഷണം പ്രയോജനം ചെയ്യും എന്ന പ്രത്യാശയിൽ ഞാൻ ഈ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനാമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് അനേക വ്യക്തികളുമായുള്ള സംവാദത്തിൽ കൂടെ എനിക്ക് വെളിപ്പെട്ടു വന്നിട്ടുള്ളതാണ്. പലരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം ഈ അർത്ഥശൂന്യമായ വഴിയെ, നരകത്തിലേക്കുള്ള വഴിയെ കുറച്ച് സഞ്ചരിച്ച് കഴിയുമ്പോൾ അവിടെ നിന്നൊരു മടക്കയാത്ര സാധ്യമല്ല, എനിക്കിനിയും മറ്റൊരു സാധ്യതയുമില്ല, ഈ വഴിയെ പോയി അവസാനം കുഴിയിൽ വീണ് അപ്രത്യക്ഷമാകുക എന്നതിന് അപ്പുറത്ത് യാതൊരു സാധ്യതയുമില്ല എന്നുള്ള ഒരു തികച്ചും അസത്യമായ, പക്ഷേ മനുഷ്യർ കട്ടായം പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ എന്തെല്ലാം ആത്മീയ അറിവുകൾ പ്രാപിച്ചാലും അത് പ്രയോജനപ്പെടുകയില്ല എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നാം ഈ 3ാമത്തെ ഭൃത്യനെ മാത്രമാണ് കേന്ദ്രീകരിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ആദ്യമായി നാം മനസ്സിലാക്കുന്നത് അവന് ലഭിച്ചു. അതിനുശേഷം മനസ്സിലാക്കേണ്ടത് ലഭിച്ചതുകൊണ്ട് അവൻ നശിച്ചു, ലഭിച്ചതുകൊണ്ട് അവൻ അപകടത്തിലായി, ലഭിച്ചതുകൊണ്ട് അവൻ നരകത്തിലായി.
ഇത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനുഷ്യർ നരകം നേടുന്നത് ഒന്നുമില്ലാത്തത് കൊണ്ടല്ല, ഏതൊക്കെയോ ഉള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഈ ഭൃത്യന്, ദുഷ്ടനായ ഭൃത്യന് ആ ഒരു താലന്ത് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവന് കുറേ കൂടെ നന്നായിരുന്നു. ഈ താലന്തിനെ പറ്റി പരാമർശിച്ചുകൊണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ യജമാനൻ മോശക്കാരനല്ലേ, എന്തുകൊണ്ടാണ് ഉച്ചനീചത്വം പാലിക്കുന്നത്? ഒരു വേലക്കാരന് 5 താലന്ത് കൊടുക്കുന്നു, ഒരുത്തന് 2 താലന്ത് കൊടുക്കുന്നു, ഒരുത്തന് 1 താലന്ത് മാത്രം. അവിടെ ആ ഉപമയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഓരോരുത്തനും അവൻ്റെ കഴിവുകൾ അനുസരിച്ച്. അത് ഉച്ചനീചത്വമല്ല. നാം മനസ്സിലാക്കേണ്ടത്, നാം ഓരോരുത്തരും നമ്മോട് തന്നെ ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം. നമുക്ക് കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള ചുമതലയുണ്ട്. ഇവിടെ ഞാൻ അല്പം സമയമെടുത്ത് ചില കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ. ഇതിനെപ്പറ്റി വ്യക്തതയുണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. നാം എല്ലാവരും ശിശുക്കളായി ജനിച്ചു, പിറന്നു വീണു. അന്ന് നാം എല്ലാവരും ഗ്രൗണ്ട് സീറോയിലാണ്. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമുക്ക് വലിയ കഴിവൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഐൻസ്റ്റൈനും ഞാനും ഒരുപോലെ ആയിരുന്നു, നിങ്ങളും നമ്മളെല്ലാവരും ഒരുപോലെയാണ്. ഒരേ ലൈനിൽ നിന്നാണ്, ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. പക്ഷേ അതിനുശേഷം നാം നമ്മെ തന്നെ എപ്രകാരം കരുതി, നമ്മെപ്പറ്റിയുള്ള നമ്മുടെ ധാരണ എന്തായിരുന്നു, നാം ഏത് വിധത്തിൽ നമ്മെ വിലമതിച്ചു, ഏത് തോതിൽ നമ്മെ തന്നെ വളർത്തുവാനും നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും നാം ശ്രദ്ധിച്ചു, അല്ല ഏത് തോത് വരെ നാം തികച്ചും നിരുത്തരവാദപരമായി നമ്മോട് തന്നെ ഇടപെട്ടു, നമ്മുടെ സാധ്യതകളെ ഈ മാന്യം ചെയ്തതുപോലെ കുഴിച്ചിട്ടു എന്നതിന് നാം ഉത്തരം പറയേണ്ടവർ തന്നെയാണ്. ലഭിച്ച അവസരങ്ങളും സാധ്യതകളും കഴിവുകളും എല്ലാം കൊണ്ട് കുഴിച്ചിട്ടിട്ട് അയ്യോ എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. അങ്ങനെ ഒന്നും ചെയ്യാതെ ജീവിതത്തെ നിഷ്ഫലമാക്കിയിട്ട് അങ്ങനെ തന്നെ എനിക്ക് സാധ്യമായിരുന്നുള്ളൂ എന്ന് വാദിച്ച് സ്ഥാപിച്ചെടുക്കുവാൻ തത്രപ്പെടുന്ന അതിന് നന്നേ കഴിവുള്ള അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സാമർഥ്യം കാണിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ആ സാമർഥ്യം ലഭിച്ചിരുന്ന താലന്തുകളെ ഒന്ന് വികസിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ വലിയ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മുന്നേറാമായിരുന്നു. അത് ചെയ്തില്ല. ഞാനിപ്പോൾ ഇങ്ങനെ നരക തുല്യമായ അവസ്ഥയിലായിരിക്കാൻ ഇതാണ് കാരണമെന്ന്, അതിൻ്റെ യുക്തി ഇതാണെന്ന് വളരെ ശക്തമായി സാമർഥ്യത്തോടെ വാദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് മറ്റൊരു സാധ്യതയുമില്ല എന്ന് മറ്റുള്ള എല്ലാവരും ധരിക്കത്തക്കവണ്ണം വളരെ സാമർഥ്യത്തോടെ സ്ഥാപിച്ചെടുക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കഴിവുകൾ എത്ര വലുതാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കഴിവുകൾ ഉപയോഗിച്ചത് തികച്ചും നിഷേധാത്മകതമായി യാതൊരു പ്രയോജനമില്ലാത്ത വിധത്തിലായിരുന്നു എന്നതാണ്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കുക. നാം നരകത്തിൽ പോകുന്നത് ഇല്ലായ്മയിൽ നിന്നല്ല, ഏതൊക്കെയോ ഉള്ളത് കൊണ്ടാണ്. ഇത് ആദ്യമായി മനസ്സിലാക്കുക. രണ്ടാമത്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അവയെ വേണ്ടതുപോലെ വിലമതിച്ച് ആ സാധ്യത നൽകിയ ദൈവത്തോട് ആത്മാർത്ഥമായി നന്ദി അനുഭവിച്ച് സ്തുതി കരേറ്റി, അത്തരം കൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ആകെത്തുക കൊണ്ട് ആ താലന്തുകളെ വിലമതിക്കുന്ന ഒരു കാഴ്ചപ്പാടോ അവസ്ഥയോ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നാം ഈ നരകത്തിലായി പോകുമായിരുന്നില്ല. എന്തുകൊണ്ടോ നാം നമുക്കെതിരെ വിഷമേറിയ കണ്ണിൽ കൂടെ മാത്രം നോക്കുകയും നമ്മുടെ സാധ്യതകളെ നിഷേധാത്മകതയുടെ ഇരുട്ടിൽ കൂടെ മാത്രം മനസ്സിലാക്കി നിരാകരിക്കുകയും ചെയ്തുകൊണ്ടേ ഇരുന്നതിൻ്റെ ഫലമായി ജീവിതത്തിൽ അനേക ഘട്ടങ്ങളിൽ ലഭിച്ച നല്ല നല്ല അവസരങ്ങളെ, സാധ്യതകളെ 100% കൊച്ചാക്കി, വിലമതിക്കാതെ ചവിട്ടി മെതിച്ച് പന്നിയുടെ മുമ്പിൽ വീണ മുത്തുകളെ പോലെ അവയെ ഉപയോഗശൂന്യമാക്കി വെച്ചതുകൊണ്ട് നാം ഇന്ന് എത്തിച്ചേർന്ന അവസ്ഥ, അതിൻ്റെ പേര് നരകമെന്ന് തന്നെയാണ് പറയേണ്ടത്, മറ്റൊന്നുമല്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന മനോഭാവത്തിൻ്റെ ശാപമാണ്.
അത് അതിമനോഹരമായും വ്യക്തമായും ഉപമയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് താനത് നൽകിയ യജമാനൻ ഏറിയ നാൾക്ക് ശേഷം മടങ്ങി വന്നപ്പോൾ യജമാനനുമായി കണക്ക് തീർക്കേണ്ട അവസ്ഥയിൽ ഈ ദുഷ്ടനായ ദാസൻ യജമാനനോട് എപ്രകാരമാണ് പ്രതികരിക്കുന്നത് എന്ന് നാം ഒന്ന് പരിഗണിച്ചാൽ, നാം ദൈവത്തോട് വെച്ച് പുലർത്തുന്ന മനോഭാവവും നാം നമ്മുടെ സാധ്യതകളോട് വെച്ച് പുലർത്തുന്ന നിഷേധാത്മകതയും അതിൽ കൂടെ നാം നമുക്ക് വേണ്ടി നിർമ്മിച്ചെടുക്കുന്ന വിഷവും ജീവൻ്റെ വിഷം, ജീവനെതിരെയുള്ള വിഷവും എത്ര ഘോരമാണ്, എത്ര ഭയാനകമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അവൻ്റെ മനോഭാവം, അവൻ്റെ കാഴ്ചപ്പാട്, അവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നൊന്ന് ശ്രദ്ധിക്കാം. അവൻ യജമാനനോട് എന്താണ് പറയുന്നത്? അവൻ പറയുന്നത്, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന ദുഷ്ടനാണ് എന്ന് ഞാൻ അറിഞ്ഞു. യാതൊരു അടിസ്ഥാനവുമില്ലാതെ അവൻ്റെ മനസ്സിൽ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഒരു കാഴ്ചപ്പാടാണിത്. അല്പം പോലും യാഥാർത്ഥ്യബോധമില്ലാതെ. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? യജമാനൻ അർഹിക്കാത്തവന് കൊടുത്തു. അവൻ്റെ പിൽക്കാലത്തെ പ്രവൃത്തി കൊണ്ട് നമുക്കറിയാം, അവൻ അർഹിക്കാത്തവൻ, ഒരു താലന്ത് പോലും പ്രാപിപ്പാൻ അർഹിക്കാത്തവനാണ്. അവന് അർഹതയില്ല എന്നതിന് തെളിവെന്താണ്? കിട്ടിയ താലന്ത് കൊണ്ട് കുഴിച്ചിട്ടു. അങ്ങനെ കുഴിച്ചിടാൻ മാത്രം അറിയാവുന്നൊരു വ്യക്തിക്ക് ഒരു താലന്തിന് പകരം 100 താലന്ത് കൊടുത്താലും അവനതുകൊണ്ട് കുഴിച്ചിടുകയുള്ളൂ. അങ്ങനെ കുഴിച്ചിടാൻ മാത്രം അറിയാവുന്നൊരു വ്യക്തിക്ക് 100 താലന്ത് കൊടുക്കുന്ന അവനോട് കാണിക്കുന്ന ക്രൂരതയാണ്. കാരണം 100 കുഴി കുഴിക്കണ്ടേ? ഒരു താലന്തുണ്ടെങ്കിൽ ഒരു കുഴി മതിയല്ലോ. അപ്പോൾ അവൻ്റെ നിഷേധാത്മകത, അവൻ്റെ ഉള്ളിലുള്ള അന്ധകാരം, അവൻ്റെ ഉള്ളിൽ നുരഞ്ഞു പതഞ്ഞു പൊങ്ങുന്ന വിഷം, അവൻ നല്ലവനായ അവൻ്റെ യജമാനൻ്റെ മേൽ തുപ്പുകയാണ്. നീ വിതയ്ക്കാത്തത് കൊയ്യുന്നവനും വിതറാത്തത് ചേർക്കുന്നവനുമായ ദുഷ്ടനാണ് എന്ന് ഞാൻ അറിഞ്ഞിട്ട്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴി നരകത്തിലേക്കാണോയെന്നറിയാൻ നമുക്ക് വളരെ ആശ്രയിക്കാവുന്നൊരു മാർഗമുണ്ട്. എന്താണെന്നറിയാം? എല്ലാറ്റിനെയും മനഃപൂർവ്വം തെറ്റിദ്ധരിക്കാനുള്ള പ്രവണത നമ്മുടെ ഇടയിലുണ്ടോ? ആരിലും നന്മ ചെയ്യാൻ മനസ്സില്ലാതെ, അല്ല അതിനുപരിയായി ആരെങ്കിലും നന്മ ചെയ്താൽ അത് തിന്മയാണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള പ്രവണത നമ്മുടെ ഉള്ളിലുണ്ടോ? അങ്ങനെയുള്ളവർ അനേകമാണ്. അനുഭവത്തിൽ കൂടെ എനിക്ക് പറയാൻ കഴിയും. ആരെങ്കിലും നിങ്ങളോട് നന്മ ചെയ്താൽ അതിൽ നിങ്ങൾ ദുരുദ്ദേശം കണ്ടെത്തും. അങ്ങനെയൊരു പ്രവണത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളാണ് നരകമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അങ്ങനെയുള്ള പ്രവണത എന്നിലുണ്ടെങ്കിൽ ഞാനാണ് നരകത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷി. ഇതാണ് ഈ ഉപമയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതടിസ്ഥാനത്തിലാണ് ഈ ദാസൻ, ഈ ഭൃത്യൻ പറയുന്നത്, നീ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തത് ചേർക്കുകയും ചെയ്യുന്ന ദുഷ്ടമനുഷ്യനാണ് എന്ന് ഏതടിസ്ഥാനത്തിലാണ് പറയുന്നത്? അങ്ങനെ ഒരു രൂപകൽപ്പന ചെയ്യേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉടലെടുക്കത്തക്കവണ്ണം എന്തെങ്കിലും ഈ യജമാനൻ്റെ പ്രവൃത്തിയിലുണ്ടോ? അല്പം പോലുമില്ല. പക്ഷേ യാഥാർത്ഥ്യബോധത്തെ ഉപേക്ഷിച്ച് നമുക്ക് നമ്മുടേതായ ആ പ്രവണതകളെ ന്യായീകരിക്കത്തക്ക സങ്കല്പങ്ങൾ അടിസ്ഥാനരഹിതമായി നാം തന്നെ നിർമ്മിച്ചെടുക്കുന്നു. അത് നമ്മുടെ ഏറ്റവും വലിയ വിനയായിത്തീരുന്നു. ഞാൻ കുറച്ചുകൂടെ അത് ഇത് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാകയാൽ, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാറ്റിനോടും നിഷേധാത്മകതയാണ്. അവനൊരു താലന്ത് കൊടുത്തു. താലന്ത് കൊടുത്തത് നല്ല ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ്. അവനെ അധ്വാനിപ്പാനും അധ്വാനത്തിൽ കൂടെ നേട്ടങ്ങൾ കൈവരിക്കാനും അങ്ങനെ ജീവിതത്തിൽ സന്തോഷവും ആത്മാഭിമാനവും അന്തസ്സും അനുഭവിക്കാനുള്ള വാതിൽ തുറന്നു കൊടുത്തു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വാതിലാകുന്നു. അത് വലിയ അർത്ഥങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ അവയൊന്നും പ്രയോജനപ്പെടുത്തുവാൻ മനസ്സില്ലാത്തൊരു വ്യക്തി അവനെന്താണ് ചെയ്യുന്നത്?
താലന്ത് നൽകിയ ആ നല്ല മനുഷ്യനെ അധിക്ഷേപിക്കുക. യാതൊരു നന്മയും ഇല്ല എന്ന് സ്വയത്തെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ചെയ്താൽ എന്താണ്? ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മനസാക്ഷി കുത്താതെ അവസാനം വരെയും കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസം വരെയും കഴിഞ്ഞുകൂടാ. അതൊരു വലിയ നേട്ടമായിട്ടാണ്, മിടുക്കായിട്ടാണ്, സാമർഥ്യമായിട്ടാണ് ചില ആളുകൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അവരോട് അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പറഞ്ഞാൽ അവരത് സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറയുന്നവരെ വെറുക്കുകയും അവരെ ജന്മശത്രുക്കളായി കാണുകയും ചെയ്യും. ഒരു വിധത്തിലും ഇങ്ങനെയുള്ളവർ സതുദ്ദേശത്തോട് നൽകുന്ന ഉപദേശങ്ങൾ കൈക്കൊള്ളുകയില്ല. ഉപദേശിക്കുന്നവരെ അവർക്കെതിരെ തിരിയുകയും ചെയ്യും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ അവ നിങ്ങളുടെ മുത്തുകളെ ചവിട്ടി മെതിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ കുത്തി കൊല്ലുകയും ചെയ്യും. അത് അത്ര 100% അക്ഷരീകമായി ശരിയാണ്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെയും ഞാൻ അത്ഭുത പരതന്ത്രനായി പോകാറുണ്ട്. ഇത് മനഃശാസ്ത്രപരമായ 100% ശരിയാണ്. ഇത് തന്നെയാണ് നാം ഇവിടെയും കാണുന്നത്. അപ്പോൾ നീ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തത് ചേർക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഞാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഞാൻ ഭയപ്പെട്ടു. അപ്പോൾ ഈ മനുഷ്യൻ, ഈ ദുഷ്ടനായ ദാസൻ, അവൻ്റെ 3 അനുഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. വളരെ ഹ്രസ്വമാണ്, പക്ഷെ മനോഹരമാണ്. ആദ്യമായി പറയുന്നത് ഞാൻ അറിഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അറിവുകളുണ്ട്. നാം നരകത്തിലേക്കാണോ പോകുന്നത് എന്ന് അറിയേണ്ടതിന് നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അറിവുകളെ ഒന്ന് പരിശോധിക്കണം. നാം ഓരോരുത്തരും ഓരോ അറിവുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നാം നമ്മുടെ അറിവുകളുടെ അടിമയാണ്. പല ആളുകളും വിചാരിക്കുന്ന അറിവ് കൊണ്ട് നമുക്ക് ചിറക് കളിക്കുന്നു എന്നാണ്. ചിറക് മുളപ്പിക്കുന്ന അറിവുകളുണ്ട്, ചിറക് കരിച്ചു കളയുന്ന അറിവുകളുമുണ്ട്. ഏത് തരത്തിലുള്ള അറിവുകളാണെന്ന് സമ്പാദിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അറിഞ്ഞതുകൊണ്ടാണ് ഇദ്ദേഹം നരകത്തിൽ പോയെന്ന് മനസ്സിലാക്കുക. ഞാനിങ്ങനെ പറയുമ്പോൾ അറിവിനെ അടച്ചാക്ഷേപിക്കുകയല്ല. ഞാൻ അറിവിൽ വളരെയധികം വിശ്വസിക്കുന്ന മനുഷ്യനാണ്. അറിവിനെ ആജീവനാന്തം അന്വേഷിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അറിവുകൾ പല വിധത്തിലുണ്ട്. അറിവുകൾ ഉൾക്കൊള്ളുന്ന ലക്ഷ്യങ്ങൾ പലവിധമാണ്. ഇവയെല്ലാം ഉൾക്കൊണ്ടിട്ട് വേണം അറിവ് എന്താണ് എന്ന് തീരുമാനിക്കുവാൻ. പലപ്പോഴും അറിവ് അജ്ഞതയാണ്. അതുകൊണ്ടാണ് യേശു കുരിശിൽ നിന്ന് പറഞ്ഞ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞത്. അപ്പോൾ അവൻ ആദ്യം ചെയ്ത് അവൻ അറിഞ്ഞു. രണ്ടാമതെന്താണ്? അവൻ അറിഞ്ഞത് കൊണ്ട് അവൻ ഭയപ്പെട്ടു. അറിവ് കൊണ്ട് എന്താണ് സംഭവിക്കേണ്ടത്? അറിവ് കൊണ്ട് 2 കാര്യം സാധിക്കാം. 1, അറിവിൽ കൂടെ ഭയമുണ്ടായി, ഭയം വർദ്ധിച്ചു. 2, നേരെ മറിച്ച് അറിവിൽ കൂടെ ഭയം ഇല്ലാതാകുകയും ചെയ്യാം. അറിവ് നല്ല അറിവാണെങ്കിൽ, യഥാർത്ഥത്തിൽ ദൈവിക വെളിച്ചമുള്ള അറിവാണെങ്കിൽ, അറിവിൽ കൂടെ ഉണ്ടാകേണ്ടത് ഭയമല്ല, ഭയത്തെ അതിജീവിക്കുക, നിർഭയമായിരിക്കുക. കാരണം ആ അറിവിൽ കൂടെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുകയും നാം അറിയുന്നതിനെ നാം സ്നേഹിക്കുകയും സ്നേഹം ഭയത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ അതിജീവിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ അവൻ അറിഞ്ഞതിൻ്റെ ഫലമായി അവൻ ഭയപ്പെട്ടതിൻ്റെ ഫലമായി അവൻ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇതാണ് വളരെ മനോഹരമാണ്. ആലോചിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതിലെ മനഃശാസ്ത്രം മാത്രം മനസ്സിലാക്കിയാൽ നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോകും. അറിഞ്ഞു, ഭയപ്പെട്ടു, കുഴിച്ചിട്ടു. ഇതാണ് നരകത്തിലേക്കുള്ള വഴി. നരകമുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. നരകത്തേക്കുള്ള വഴി എന്താണ്? ഓർത്തിരിക്കാൻ ഒരു പ്രയാസവുമില്ല. 3 വാക്കുകൾ: അറിഞ്ഞു, ഭയപ്പെട്ടു, കുഴിച്ചിട്ടു. നാം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും അതിൻ്റെ സാധ്യതകളുടെയും ശവക്കുഴികളാണോ? നമ്മുടെ ലക്ഷ്യം, സംശയിക്കേണ്ട, നരകത്തിലേക്ക് മാത്രമാണ്. പക്ഷേ ആ അവസ്ഥയിലേക്ക് മുന്നേറിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ അവസ്ഥയിലിരിക്കുന്ന ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന ആന്തരികമായൊരു അങ്കലാപ്പുണ്ട്. ആന്തരികമായ പ്രതീകാത്മക ഭാഷയിൽ പറയത്തില്ലേ, കെടാത്ത തീ, നുരയ്ക്കുന്ന പുഴു എന്നൊക്കെ പറയാം. അതൊക്കെ ശരിയാണ്. അത് ആക്ഷരികമായി ശരിയല്ല, പ്രതീകാത്മകമായി ശരിയാണ്. ഈ കെടാത്ത തീയും നുരയ്ക്കുന്ന പുഴുവെല്ലാം നമ്മുടെ ഉള്ളിലാണ്.
നരകത്തിലേക്കുള്ള വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ ഉള്ളിലെ അവസ്ഥയെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി പ്രതീകാത്മകമായി ഉപയോഗിക്കുന്ന വർണ്ണനാ രീതിയാണിത്. കെടാത്ത തീയ്. അവരുള്ളിൽ വഹിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥ എത്ര ഭീകരമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് മറ്റൊരു ഭാഷ ഇല്ല, മറ്റൊരു ഭാഷ പര്യാപ്തവുമല്ല, മറ്റൊരു വിധവും പര്യാപ്തമല്ല. അവരുടെ അവസ്ഥ അത്രമാത്രം ഭീകരമാണ്. അതിൻ്റെ ഭാരം വഹിക്കാൻ വയ്യാത്തതാണ്. അത് ഉള്ളിൽ പുഴു നുരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അസഹനീയമായ അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇത് അവസാനം പറയുന്ന പോലെ അന്ധകാരത്തിലേക്ക് അവർ എറിയപ്പെടും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഈ യാത്രയിൽ ആദ്യം മുതൽ അവസാനം വരെ അനുഭവിക്കുന്ന അവസ്ഥ അതിൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആദ്യം മുതലേ ഈ അനുഭവത്തിൻ്റെ ലാഞ്ചയുണ്ട് എന്നതാണ്. അപ്പോൾ നരകമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഈ നരകത്തിലേക്കുള്ള വഴി എന്താണ്? അറിഞ്ഞു, ഭയപ്പെട്ടു, കുഴിച്ചിട്ടു. ഈ വഴി തിരഞ്ഞെടുക്കുന്നതാരാണ്? യേശു വ്യക്തമായി പറയുന്നു, നാം ഓരോരുത്തരും വ്യക്തിപരമായി എടുക്കേണ്ട തീരുമാനമാണ്. ഇതിന് ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ്. പക്ഷേ ആ വഴിയെ സഞ്ചരിച്ചുകൊണ്ട് മനുഷ്യർ സാർവലൗകികമായി ചെയ്യുന്നത് ഈ ഭൃത്യം ചെയ്തതുപോലെ മറ്റുള്ളവരുടെ പഴിചാരുക. നീ വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ചിതറാത്തത് ചേർക്കുന്നവനുമായ ദുഷ്ടനായ യജമാനനാകയാൽ ഞാൻ അതറിഞ്ഞ് ഭയപ്പെട്ട് നീ എനിക്ക് നൽകിയ താലന്ത് കൊണ്ട് കുഴിച്ചിട്ടു, എന്നാ പിടിച്ചോ. അതിൻ്റെ ഫലമായി അവന് വേണ്ടി നേടിയെടുത്ത അനുഭവത്തിൻ്റെ പേരാണ് നരകം എന്നുള്ളത്. അത് ഈ ലോകത്തിൽ തന്നെയുണ്ട്, ഈ ലോകത്തിൽ തന്നെയുണ്ട്, ഈ ലോകത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പരലോകത്തിലും അതൊരു യാഥാർത്ഥ്യമാകുവാൻ സാധ്യതയുണ്ട് എന്ന് സാമാന്യ ബുദ്ധി നമ്മെ അറിയിക്കുന്നതാണ്. കാരണം മരണാനന്തരം ഒരു അനുഭവമുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, അത് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്കിപ്പോൾ ലഭിച്ച ഈ ജന്മത്തിൻ്റെ തുടർച്ചയായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയും വരുവാനുള്ള അവസ്ഥയും തമ്മിൽ തീർച്ചയായും ബന്ധമുണ്ടായിരിക്കും. ബന്ധമില്ലെങ്കിൽ നമ്മുടെ മരണം അതൊരു ആത്യന്തികമായ ഫുൾ സ്റ്റോപ്പാണ്. മരണാനന്തരം ഒന്നും ഉണ്ടാകുകയില്ല. മരണാനന്തരം എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ, അത് അർത്ഥവത്തായി തീരണമെങ്കിൽ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയും മരണാനന്തരം പ്രാപിക്കാനിരിക്കുന്ന അവസ്ഥയും തമ്മിൽ ഒരു തുടർച്ചയുണ്ടാകണം, ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകണം. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ സ്വർഗവും നരകവും ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഏതെങ്കിലും വിധത്തിൽ ആധികാരികമായ അർത്ഥവത്തായ ഉത്തരം കൊടുക്കണമെങ്കിൽ ഇത്ര മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മരണത്തിന് മുൻപുള്ള ജീവിതത്തിൽ സ്വർഗമുണ്ടോ നരകമുണ്ടോ? ഉണ്ടെങ്കിൽ മരണാനന്തര ജീവിതത്തിലും അതുണ്ട്. അത് ഞാൻ എന്താണ് പ്രാപിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി അറിയാൻ ഒരു വിഷമവുമില്ല. മരണത്തിന് മുൻപുള്ള ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത് സ്വർഗമാണോ നരകമാണോ? അത് കുറച്ചുകൂടെ വലിയ തോതിൽ അനന്തമായി പ്രാപിപ്പാനിടയാകും. ഇതിൻ്റെ ഉത്തരവാദികൾ മറ്റൊന്നുമല്ല. ആരെയും നരകത്തിൽ വലിച്ചു കൊണ്ടുപോയി അവിടെ ഇട്ട് ഫ്രൈ ചെയ്യാനായിട്ട് സ്നേഹനിധിയായ ദൈവം, കരുണാനിധിയായ ദൈവം താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഓരോരുത്തർക്കും അവരുടെ വഴി തിരഞ്ഞെടുപ്പാനും അവരുടെ അവസ്ഥകൾ സ്വന്തമായി നിശ്ചയിപ്പാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം കനിഞ്ഞു നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് അറിഞ്ഞു, ഭയപ്പെട്ടു, കുഴിച്ചിട്ടു. അങ്ങനെയാണെങ്കിൽ ആ വഴി ചെന്നെത്തുന്നതിൻ്റെ പേരാണ് നരകമെന്നുള്ളത്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആ അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്ന യാഥാർത്ഥ്യം ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ അറിയാത്ത ആരും തന്നെ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്കറിയാം. ഇത് എൻ്റെ അനുഭവവും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നതെന്ന് സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയട്ടെ. സത്യസന്ധമായി പറയട്ടെ. സത്യം പറയാൻ നമുക്ക് എപ്പോഴെങ്കിലും ധൈര്യമുണ്ടാകണം. കാരണം അപ്പോൾ മാത്രമേ ഈ വഴിയൊന്ന് വിട്ടിട്ട് മറ്റൊരു ദിശയിലേക്ക് യാത്ര ചെയ്യുവാൻ അതിൻ്റെ ആവശ്യം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ വിളിച്ചു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. നിങ്ങളിപ്പോൾ ഈ വഴിയെ സഞ്ചരിക്കുന്നില്ലേ? ഇതല്ല നിങ്ങളുടെ വഴി, ഇതല്ല നിങ്ങളുടെ വഴി. വഴി വേറിട്ടാണ്. മറ്റൊരു വഴിയുണ്ട്. നിങ്ങൾ സഞ്ചരിക്കേണ്ട വഴി ഇതല്ല. ഞാൻ തന്നെ വഴിയെന്ന് പറയുമ്പോൾ മറ്റൊരു വഴിയുണ്ട്.
ആ വഴിയെ സഞ്ചരിപ്പാൻ നിങ്ങൾക്കിടയാകട്ടെ. ആ വഴി എന്താണ് എന്നതാണ് അടുത്ത വീഡിയോയിലെ ചിന്താവിഷയം. അതാണ് സ്വർഗം എന്നാൽ എന്ത് എന്നതിനെ പറ്റിയുള്ള അടുത്ത വീഡിയോ. അത് ഏവരുമായി പങ്കിടുന്നതിന് വേണ്ടി ഞാൻ വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്നു. നിങ്ങളും അപ്രകാരമായിരിക്കും എന്ന പ്രതീക്ഷയിൽ തൽക്കാലം ചിന്തകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.